അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, വിവാഹിതരായ ഏതൊരു ദമ്പതികളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കുഞ്ഞെന്നത്. ചിലർക്ക് ആൺകുഞ്ഞുങ്ങളോടായിരിക്കാം താല്പര്യം, എന്നാൽ ചിലർക്ക് പെൺകുഞ്ഞുങ്ങൾ വേണമെന്നായിരിക്കാം ആഗ്രഹം. നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ജനിക്കാൻ ഇസ്ലാം പറഞ്ഞുതരുന്ന ഒട്ടനവധി ആളുകൾക്ക് ഫലം സിദ്ധിച്ച ഒരു മഹത്തായ ആത്മീയ രഹസ്യമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. മക്കളെ നൽകുക എന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിലേക്ക് ചോദിച്ചു വാങ്ങാൻ ചില വഴികളുണ്ട്. ഉസ്താദുമാർ നിർദ്ദേശിക്കുന്ന ഈ ഒരു അമൽ ചെയ്യേണ്ടത് ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ 30 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ മാസത്തിൽ ആയിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ആൺകുട്ടിയെ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഗർഭം അറിഞ്ഞ് ആദ്യത്തെ 30 ദിവസങ്ങൾക്കുള്ളിൽ അർദ്ധരാത്രിക്ക് ശേഷം നല്ല വുളുവോടുകൂടി ഒരു പാത്രത്തിൽ അല്പം ശുദ്ധമായ വെള്ളം മുന്നിൽ വെക്കുക. അതിനുശേഷം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ സൂറത്തുൽ യൂസുഫ് പൂർണ്ണമായ ഈമാനോടെ ഒരു തവണ ഓതുകയും ഓതിക്കഴിഞ്ഞാലുടൻ ആ വെള്ളത്തിലേക്ക് ഊതുകയും മന്ത്രിക്കുകയും ചെയ്യുക. ഇനി പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ. ഗർഭത്തിൻ്റെ ആദ്യ 30 ദിവസങ്ങൾക്കിടയിൽ രാത്രി സമയത്ത് വുളുവോടെ വെള്ളം മുന്നിൽ വെക്കുക. തുടർന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയം പൂർണ്ണമായ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഇങ്ങനെ മന്ത്രിച്ചു വെച്ച വെള്ളം ഗർഭിണിയായ സ്ത്രീക്ക് കുടിക്കാൻ നൽകുക. തുടർച്ചയായി 7 ദിവസങ്ങളിൽ ഒട്ടും മുടങ്ങാതെ രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ ഈ വെള്ളത്തിൽ നിന്നും അല്പം വീതം കുടിക്കണം. ഗർഭിണിക്ക് സ്വയം ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇത് ഓതി മന്ത്രിച്ചു നൽകാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല സ്വാലിഹായ സദ്ഗുണങ്ങളുമുള്ള സന്താനങ്ങളെ നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ അമൂല്യമായ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.